കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗീയ പിതാവാ ദൈവം വലിയ അവസരങ്ങൾ ദൈവരിക്ക് തന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഈ വീഡിയോ സന്ദേശങ്ങളിലൂടെ കേൾക്കുന്ന ഈ ദൈവിക വചനം എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ചിന്താവിഷയം 121 സങ്കീർത്തനം എൻ്റെ 1 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഈ സങ്കീർത്തനം ആരോഹണ ഗീതമായിട്ടാണ് ഇവിടെ എൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയായ ദൈവം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. യഹോവയായ ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം മറുപടി തരുന്ന ഒരു കർത്താവായ ദൈവമാണ്. ആരാൽ നമ്മളെ സഹായിക്കാൻ പോലും ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ കർത്താവായ ദൈവം സഹായിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അല്ല, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ സകലവും സഹായം തരുന്നത് യഹോവയായ ദൈവമാണ്. ആ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ സഹായത്തിന് വേണ്ടി കർത്താവായ ദൈവം സ്വർഗം തുറന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? അടുത്ത 2 വാക്യം പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ സകലത്തെയും സൃഷ്ടിച്ച ഉടയവനായ ആ കർത്താവായ ദൈവം, ആ ദൈവത്തിൽ നിന്നാണ് അല്ലെ സകലവും സഹായവും വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് മനുഷ്യനിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പല വിഷയങ്ങളുമായി നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, സഹായത്തിനായി കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരും സഹായിക്കാൻ പോലും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് യഹോവയായ ദൈവം സഹായിക്കുന്ന ഒരു കർത്താവായ ദൈവമാണ്. അവൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്താം. അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമാറാകട്ടെ, അടയാളങ്ങൾ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവായ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നതല്ലേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നുവെങ്കിൽ, സകല സഹായവും തരുന്ന ഒരു യഹോവയായ ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ കലവറ തുറന്നു നിന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ സ്വർഗീയ പിതാവാ ദൈവം മതിയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഈ സന്ദേശങ്ങളുടെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഏത് ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സ്വർഗം തുറന്ന് നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങൾ തരുവാൻ തക്കവണ്ണം സ്വർഗീയമായ
പിതാവാ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നീ പലരിടത്തെയും കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെയും പരാജയപ്പെടുമ്പോൾ ഇന്ന് എൻ്റെ കർത്താവാ ദൈവം പറയുന്നു, പരാജയത്തെ മാറ്റുന്ന ഒരു സ്വർഗീയ പിതാവാ ദൈവമുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ സകല വിഷയങ്ങളുമായി യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരട്ടെ, ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ പകരട്ടെ, ദൈവത്തിൻ്റെ മഹത്വം പകരട്ടെ. ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചനങ്ങളാലും ഈ സന്ദേശങ്ങളാലും കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും നാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.